നമുക്ക് കലിയുഗവരതം എന്നുള്ളൊരു ഡാൻസിൻ്റെ അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അതിൻ്റെ തുടക്കം നമ്മൾ ചെയ്യുന്നത് ദേ ഇങ്ങനെ തൊഴുത് പിടിച്ചിട്ടാണ് ആദ്യത്തെ ഒരു ഫുൾ പാട്ട് സമത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ കാവടി പിടിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതിനുശേഷം വരുന്ന ഒരു മുദ്രയാണ് നമ്മൾ മുരുകനെ പിടിച്ചുകൊണ്ടാണ് ദേ ശിഖരവും ഇതും പിടിച്ചിട്ട് പിന്നുള്ളൊരു പാട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ കൈമുട്ടൊക്കെ പൊന്തിച്ച് നേരെ നോക്കി ചിരിച്ചു നിന്നിട്ടാണ്. അപ്പോൾ ഇവിടെ പാട്ട് കാല് തുടങ്ങുമ്പോൾ ഇങ്ങനെ ചവിട്ടി കലിയുഗ വരദൻ കൺകണ്ട ദൈവമായി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ട ദൈവമായി കാഴ്ച എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാഴ്ചയണേ പതും പഴനിയിലേ. പിന്നെ വരുന്നത് നമ്മളിതേ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൊരു മുരുകനാണ്. ഇത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് 1 2, അതേപോലെ ലെഫ്റ്റിലോട്ടൊരു 1 2, ഫ്രണ്ടിലോട്ടൊരു 1 2 3 എന്നുള്ളൊരു ചാട്ടാണ്. അപ്പോൾ മുരുകനെ ദേ ഇങ്ങനെ നമ്മൾ പിടിച്ചു. റൈറ്റിലോട്ട് വരുന്നത് നമ്മളിത് ഇങ്ങനെ 1 2 എന്നിങ്ങനെ ചാടണു. ലെഫ്റ്റ് വരുമ്പോഴും 1 2 എന്നിങ്ങോട്ട് ചാടണു. ഇനി ഫ്രണ്ടിലോട്ട് നമ്മൾ 1 2 3 ഇങ്ങനെ ചാടി നിൽക്കണം. ഇവിടെ നമ്മൾ കാഴ്ച എന്ന് പറയുമ്പോൾ വീണ്ടും ഇതെങ്ങനെ കാഴ്ചയണേ പതും പഴനിയിലേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പഴനിയിലേ. അപ്പോൾ നമ്മളിവിടെ കലിയുഗവരതം എന്നുള്ള ഡാൻസിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതേപോലെ ഞാൻ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഈ ഡാൻസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആളുകൾക്ക് അത് കണ്ടു പഠിക്കാവുന്നതാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെയുള്ളത് നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിലാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. കാരണം നമുക്ക് കുറച്ച് തിരക്കും ഇതൊക്കെ ആയപ്പോൾ വന്ന് ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ വരാൻ പറ്റാത്തത്. നമ്മൾ മിക്കവാറും സ്റ്റുഡിയോയിൽ തന്നെയാണ് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാറ്. പിന്നെ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ കുട്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ടാണ് ചെയ്യാറ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ കലിയുഗവരതൻ്റെ ഈ ഒരു എപ്പിസോഡ് പഠിപ്പിക്കലും ഇതൊക്കെ ആയിട്ട് വീണ്ടും നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ തുടക്കകാലത്തൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ പരവലടവൊക്കെ ഞാനിവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി വീഡിയോസൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വന്ന് ചെയ്യാൻ സമയം ഉണ്ടെച്ച് ഇനിയും വന്ന് ചെയ്യണമെന്നാണ് ആഗ്രഹം.